സൺഡേ ആയിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലാണ്ടിരുന്നപ്പോ അഖിലിന്റെ വീട്ടിൽ നിന്ന് ഒരു കോഴിനെ കൂടി പൊക്കാന്ന് വിചാരിച്ചു. അഖിലിനെ വിളിച്ച് വണ്ടിക്കാന്ന് വീട്ടിലേക്ക് പോണേണ്. എന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ. കോഴിയുടെ ഒക്കെ തന്നെ പ്രാക്കിട്ടോന്ന് തോന്നുന്നു. പ്രാക്കിട്ടിയാലും തിന്നുമ്പോ ഇത്തിരി ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ പോകുന്നത്. എന്നാലും ഇവനങ്ങോട്ട് പിടിച്ചുണ്ടോന്ന് വിചാരിച്ചു. എടോ ആ കോർണറിലിട്ട് പിടിക്കും. അങ്ങനെ ഓടി നടന്നിട്ടാണ് ഒരെണ്ണത്തിനെ കിട്ടിയത്. അളിയൻ വീണ്ടും അഗൈൻ വഞ്ചി വെട്ടിപ്പൊളി തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ ഓണർ കണ്ടില്ലേ വഞ്ചി വിളിച്ചത്. ചിക്കനൊക്കെ ക്ലീൻ ആക്കിട്ടാ സാധനം കഴുകി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അളിയനാണെങ്കിൽ അപ്പുറത്ത് തീ റെഡി ആക്കിയിട്ടുണ്ട്. എന്താണ് അവസ്ഥ നോക്കട്ടെ. അവിടെ ആ തീയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. അടുപ്പൊക്കെ കത്തിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ മസാല ഉണ്ടാക്കണ അഖിലാണ്ടാ. കാശ്മീരി സ്പെഷ്യൽ മസാല ഇട്ടിട്ട് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. കാശ്മീരിന്ന് പുതിയ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടല്ലോ അയാൾ പോയി വന്നപ്പോ. കാശ്മീരി സ്പെഷ്യൽ മസാല. ഇതിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്തേക്കണത്? ഇതിൽ ഇഞ്ചിന്റെ പച്ചമുളക് മിക്സ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പൊ കുറച്ച് വേപ്പിലിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ബാക്കി സ്പെഷ്യൽ മസാലകളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഇയാൾ കാശ്മീരിൽ പോയി വന്നപ്പോ കൊണ്ടുവന്നേണ്ട അടുത്ത ഓർമ്മക്കായി. അതല്ല കോഴിയുടെ പപ്പൂടെ സ്പെഷ്യൽ കാശ്മീരി മസാല. അഖില് ട്രിപ്പ് പോയി വന്നപ്പോ സ്പെഷ്യൽ ആയിട്ട് കാശ്മീരിൽ നിന്ന് മസാല ഉണ്ട്. ട്രഡീഷണൽ കാശ്മീരി ഫ്ലേവർ. എങ്ങനെ ഉണ്ടായിരുന്നു അഖില് മസാല യൂസ് ചെയ്ത്? അടിപൊളി സാധനമാണ് മച്ചനെ. എണ്ണ ഒഴിക്കണോ? മസാല മിക്സ് ചെയ്തപ്പോ മണം മഞ്ഞിലോ? ചിക്കൻ അങ്ങനെ ഓരോന്നിടത്ത് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ. മസാല മിക്സ് കഴിഞ്ഞപ്പോ തന്നെ സാധനം സീനായി. തനി നാടൻ ചിക്കൻ സാധനമൊക്കെ സെറ്റ് അല്ലേ? ഉരുളിയൊക്കെ അല്ലേ? ഒന്നും ചൂടാക്കി ഞാൻ സാധനം ഇടാല്ലേ? ചിക്കനൊക്കെ ഇട്ട് ഇങ്ങനെ കിടന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കണ. എനിക്ക് തോന്നുന്നത് ഇത് വേവാനായിട്ട് വരെ നിൽക്കുമെന്ന്. അതിന് മുമ്പ് തന്നെ തീറ്റ തുടങ്ങൂടാ. ചിക്കൻ അങ്ങനെ കിടന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കണ്ട. എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയില്ല. ഇത് വെന്ത് കഴിയുമ്പോ ചോല ഒഴിച്ചോളട്ടാ. പക്ഷേ ഇപ്പൊ സീൻ എന്താന്ന് വെച്ചാൽ നാടൻ കോഴി ആയതുകൊണ്ട് സാധനം ഒന്ന് വെന്ത് കഴിയുമ്പോ തന്നെ നെയ്യൊക്കെ ഫുള്ള് അങ്ങടെ ഇളകിയിട്ടുണ്ട്. എന്താ അവസ്ഥ? സെറ്റായാ? ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ച് ഒന്ന് തീ കൊണ്ട് കഴിഞ്ഞാൽ അപ്പൊ തിന്നും പിള്ളേര്. അങ്ങനെയാണ്, വേറൊന്നും പറയാനില്ല. നാടൻ കോഴി ആയിരുന്നു വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കാം. ചിക്കൻ ഇടാൻ പാത്രം പറഞ്ഞു നമ്മൾ ഓല പടഞ്ഞോണ്ടിരിക്കുന്നു. ഇത് ആരോ പ്രശ്നം എടേ നിന്നെ കാണുന്നില്ല. എന്നെ കളിക്കണ്ട. ആരോ പ്രശ്നം അല്ലേ? ഉള്ളിലിട്ടാണ് വിടണം. ഇവൻ പറഞ്ഞേക്കണ ഇവനെ വീഡിയോയില് കാണിക്കരുതെന്നാണ്. അത്യാവശ്യമായിട്ടും കൊള്ളൂലെന്നറിയാം. എന്നാലും ചേട്ടൻ അങ്ങനെ പറഞ്ഞതിന് നന്ദി. ചിക്കൻ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ചിക്കനല്ല മട്ടൻ. കോഴി കിട്ടത് ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ വറുത്താക്കി സെറ്റ് ആക്കിടുന്നുണ്ട്. അഖിലല്ലട്ടാ ഞങ്ങൾ എല്ലാവരും കൂടി. സാധനം വന്നിട്ടാ എന്താണ് അവസ്ഥ നോക്കാം. നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഇതിന്റെ മുകളിൽ ഇടാനുള്ളത്. അലങ്കരിക്കണ്ടേ? അലങ്കാര വസ്തുക്കൾ താലമായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അലങ്കാര വസ്തുക്കളോട് റോഹിച്ചേട്ടൻ ടേസ്റ്റ് ചെയ്തിട്ട് എന്താന്നുള്ള ഇപ്പൊ പറയൂട്ടോ. റോഹിച്ചേട്ടൻ എന്താ അവസ്ഥ നോക്കിയേ? സത്യം പറയാലോ, 60 വയസ്സായി എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ട്. അത് മതി അങ്ങനെ സാധനം തെറ്റിയതല്ല. ക്രെഡിറ്റ് ആണോ? ആ ക്രെഡിറ്റ് അങ്ങനെ കൊടുത്തേ.
അപ്പൊ സാധനമൊക്കെ ഓക്കേണ്ട. ആ ചിക്കനൊക്കെ തിന്ന് എല്ലാവരും ഇങ്ങനെ പൊളിച്ചിങ്ങനെ നിക്കണ്ട. അവന്മാരത്തെ എല്ലാവരും ചോദിക്കുക എന്താണ് അവസ്ഥയെന്ന്. എന്താണ് അനീഷ അവസ്ഥ? ഏത് മൂട്? സെറ്റല്ലേ? ആരെയാണ് വേണ്ടത്? സാധനമൊക്കെ എല്ലാവരും സെറ്റ് ചെയ്ത് കഴിച്ചോണ്ടിരിക്കണ്ട. ഇനിയിപ്പോ എന്തായാലും ഡെയിലി ഇങ്ങനെ കണ്ടന്റ് വന്നോണ്ടിരിക്കും. അപ്പൊ ഓക്കെ, എന്തായാലും ഇതിവിടെ ഞങ്ങളുടെ അവസാനിപ്പിക്കാണ്. ഇനി ഞങ്ങളുടെ കുറച്ച് പരിപാടി വന്നിട്ട് കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.